പക്ഷെ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം വേറെയാണ്. ഒരു രൗദ്ര ഊർജം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം വേറെ ആയിരിക്കും. വിഷ്ണുമായും ശാസ്താവും എല്ലാം ഒന്ന് തന്നെയാണ്. എൻ്റെ എല്ലാം കാളിയാണ്. എനിക്ക് വിഷ്ണുമായ എൻ്റെ ഒപ്പം വന്നത് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയാണ്. തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട് രാഹുലെ, ശരിയല്ല, എന്തോ ഉണ്ട്. എൻ്റെ നാവിൽ എന്താ ചോരെന്ന് വേർഡെന്ന് പറയുന്നത്. കാരണം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞിരുന്നു, എനിക്കൊരു മകനുണ്ടെങ്കിൽ ഞാനത് അങ്ങക്ക് സമർപ്പിക്കുന്നു. ഒരു കൂട്ടുകാരനെ പോലെ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കൂടെ നിൽക്കും, വിളിച്ചാൽ വിളിപ്പുറത്തെന്നും ഉണ്ടല്ലോ, അത് തന്നെയാണ് സത്യം. രാഹുൽജി, അപ്പോൾ നമ്മുടെ അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആത്മീയാനുഭവങ്ങളിൽ വിഷ്ണുമായ സ്വാമിയുമായി ബന്ധപ്പെട്ടുണ്ടായ കുറേ അനുഭവങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തിപരമായി നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങ് അന്ന് ചിത്രശലഭമായിട്ട് കയ്യിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിൽ കൂടുതലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? സത്യത്തിൽ ഞാൻ വിഷ്ണുമാരുടെ അടുത്തെത്തിയത് ഒരു യുക്തിവാദി എന്ന രീതിയിൽ നിന്നാണ് എത്തിയത്. കാരണം എനിക്ക് ഈശ്വര വിശ്വാസമില്ല, ഭൂമിയിൽ ഇത് ഒരു ഊർജ്ജവും ഇല്ല എന്ന് ഞാൻ ചിന്തിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പിന്നെ ഒരു സുഹൃത്ത് എന്നെ അവിടെ എത്തിച്ചു, ഒരു നിയോഗം പോലെ എന്നെ അവിടെ എത്തിച്ചു. ആ ചൈതന്യത്തിന് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭൂമിയിൽ ഊർജ്ജവും എന്തോ ഒരു സുപ്രീം പവർ ഉണ്ടെന്ന്. കാരണം ഞാൻ അതുവരെ എൻ്റെ മുമ്പിൽ എനിക്കറിയായിരുന്നില്ല, കാരണം നമ്മൾ ആ ഊർജ്ജത്തെ അറിയുന്നില്ല. പക്ഷെ വിഷ്ണുമായിലെത്തിയ ആ നിമിഷം തൊട്ട് ഞാൻ അറിഞ്ഞത് വിഷ്ണുമായ എന്നൊരു ചൈതന്യം ഉണ്ടെന്ന്. കാരണം ആൾ പല രീതിയിൽ എൻ്റെ ഒപ്പം അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മാജിക്സ് പോലെ, ഒരു വിസ്മയം പോലെ ആൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് പല വട്ടവും. കാരണം എൻ്റെ ഈ ഒരു ദേവിയിലേക്ക് എത്തുന്ന മുമ്പ് എന്നെ ഇങ്ങനെ ഇപ്പൊ ദേവി ഉപാസകന് ഞാൻ അറിഞ്ഞത് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ദൈവ ഉപാസന പൂർത്തിയാവുള്ളൂ. ഈസി ആയിട്ട് തീർക്കുന്നതല്ല ദേവി ഉപാസന. ദേവി ഉപാസന എടുക്കുന്നവൻ ഇടയ്ക്ക് വെച്ച് എപ്പോൾ വേണമെങ്കിൽ നിർത്തിപ്പോവും. കാരണം ഒരിക്കലും താങ്ങില്ല, അത്രയ്ക്കധികം പോവും. നമ്മളെ പരീക്ഷിച്ച് നമുക്ക് വേണ്ടാന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ആ നിമിഷം വരെ വരും. അപ്പം അതിലേക്ക് എത്തുന്ന മുമ്പ് എന്നെ സ്വീകരിച്ചത് വിഷ്ണുമായ സ്വാമിയാണ്. കാരണം നോർമൽ നമ്മുടെ നമുക്ക് ചുറ്റും എല്ലാവരെയും ഒരു ചിന്താഗതി, ആ ചിന്താഗതിയിൽ ഞാനും നോർമൽ വിശ്വാസി പോലെ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ ആ ഒരു നോർമലിൽ നിന്ന് എനിക്ക് പിന്നെ മനസ്സിലായി ലോകത്ത് ദൈവമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്താധാരകളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യുക്തിവാദി എന്നൊരു കാലഘട്ടത്തിൽ നിന്ന്. യുക്തിവാദി ഒന്നല്ല, പക്ഷെ ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ എന്നെ ഒരു സുഹൃത്ത് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ചാത്തൻ്റെ അടുത്ത് ഞാൻ എത്തി. കാരണം ഞാൻ ചാത്തൻ്റെ അടുത്ത് ഞാൻ വിഷ്ണുമായ അടുത്ത് എത്തിയെന്ന് പറയാം. കാരണം എന്തോരം ഒരു കഥയുണ്ട്. കാരണം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ മൂർത്തിയോട് നമ്മുടെ തൃപ്പയാർ ദേവന്റെ തൊട്ടടുത്തുള്ള ആ ചാത്ത സ്വരൂപല്ലേ, ഒരു വാക്ക് പറഞ്ഞിരുന്നു, എനിക്കൊരു മകനുണ്ടെങ്കിൽ വിഷ്ണു ചാത്തന്റെ സേവകനാക്കി എടുക്കുമെന്ന്, ചാത്തന് സമർപ്പിക്കും. അങ്ങനെ എന്തോ അമ്മ പറഞ്ഞിരുന്നു. എനിക്കൊരു മകനുണ്ടെങ്കിൽ ഞാനത് അങ്ങക്ക് സമർപ്പിക്കുന്നു. അത് അമ്മയ്ക്ക് അറിയായിരുന്നില്ല വിഷ്ണുമായും ചാത്തനും ഒന്ന് തന്നെയാന്ന്. അമ്മ കേട്ടിട്ടുണ്ട് തൃപ്പയാർ അമ്പലത്തിൽ ഒരു ഭണ്ണാറുണ്ട്, ചാത്തനാന്നറിയാം. പണ്ട് കാലത്ത് ചാത്തൻ എന്നൊരു പേടിയാണ്. ഇന്നിപ്പോ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ധാരാളം ഉണ്ട്. പക്ഷെ ഞാനിത് കൊണ്ടുവച്ച ആ സമയത്തും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ചീത്ത പറഞ്ഞിരുന്നു, പേടിയോടെ കണ്ടിരുന്നു. പക്ഷെ ഞാൻ വിഷ്ണുമായ സ്വാമി അറിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കൂടെ നിൽക്കും, വിളിച്ചാൽ വിളിപ്പുറത്തെന്നും ഉണ്ടല്ലോ, അത് തന്നെയാണ് സത്യം. വിഷ്ണുമായ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്ന ആ സമയത്ത് ഓൺ സ്പോട്ട് നമ്മുടെ കൂടെ എത്തും. അപ്പോൾ ഞാൻ ഒരു സുഹൃത്തിന്റെ ആളുടെ വാക്ക് കേട്ട് ഞാൻ കാർണയിൽ ദേവസ്ഥാനത്തിലെത്തി. കാർണയിൽ മഠം ദേവസ്ഥാനം. അവിടെ വിമോദേട്ടനാണ് ഗുരു. ആ ഗുരുന്നാണ് സത്യം എനിക്ക് എന്റെ ജീവിതത്തിൽ ഗുരുനാഥൻ എന്ന് തുടങ്ങിയത് അവിടെ നിന്നാണ്. കാരണം എനിക്ക് അറിവ് പകർന്ന ആരായാലും ഞാൻ ഗുരുസ്ഥാനീയനായിട്ടേ കാണുന്നുള്ളൂ. കാരണം വിഷ്ണുമായ മന്ത്രത്തിലൂടെയാണ് ഞാൻ ദേവിയിലെത്തിയത്, ശിവമയത്തിലൂടെ ഞാൻ എത്തിയതും എല്ലാം തുടക്കം എനിക്ക് കാവൽക്കാരനായിട്ട് നിന്നതും എൻ്റെ വിഷ്ണുമായ സ്വാമിയാണ്. അപ്പോൾ അവിടെ ഞാൻ അവിടെ എത്തുന്നു, എനിക്ക് ആള് പറഞ്ഞിരുന്നു. അപ്പം
എന്നെ കൊണ്ടുപോയ കൂട്ടുകാരന് മന്ത്രങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷെ ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ദീക്ഷ എടുക്കണമെന്ന്. എനിക്ക് മനസ്സിലായില്ല. കാരണം ആൾക്ക് ജസ്റ്റ് 11 ദിവസം ജപിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സ് ധ്യാനിക്കുക. പക്ഷെ വിമോദേട്ടൻ എൻ്റെ അടുത്ത് മന്ത്രം തന്നു, ദീക്ഷ ചെയ്യാൻ പറഞ്ഞു. ഒരു നിയോഗം പോലെ ഞാൻ സേവകനുമായി. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കൊണ്ടുവച്ച ആ നിമിഷം തൊട്ട് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ആളിടപെടുന്ന എനിക്ക് അറിയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആവാം. നമ്മൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ വിഷ്ണുമായുടെ പേരിൽ ബസ്സായിരിക്കും വരുന്നത്. വിഷ്ണുമായുടെ ആ നമ്പർ പ്ലേറ്റ് നമുക്ക് ചുറ്റും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും എല്ലായിടത്തും അത് കാണും. പിന്നെ തുടക്ക കാലഘട്ടത്തൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു മിക്കവാറും എന്നോട് വിമോദേട്ടൻ പറഞ്ഞിട്ട് സമയമാണ് ഇമ്പോർട്ടന്റ്, ഒരേ സമയത്ത് ചെയ്യാൻ നോക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഞാൻ ഇന്നും തെറ്റിക്കാറില്ല. കാരണം നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ആ സമയം നോക്കുക. ആ സമയത്തിലാണ് ഞാൻ എത്ര വലിയ തിരക്കായാലും എനിക്കൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് വിഷ്ണുമായുടെ അടുത്തിരിക്കും. അപ്പോൾ ആ മന്ത്രം ജപിക്കുന്ന സമയത്തൊക്കെ പതുക്കെ ഒരു ചിത്രശലഭം അടുത്ത് വന്നിരിക്കും. പതുക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടയിൽ എനിക്ക് തോന്നി ഇത് സത്യമാണോ, ഇത് ചുമ്മാ ഒരു ചിത്രശലഭമാണെങ്കിൽ ആയിരിക്കോ. അപ്പം ഞാൻ പതുക്കെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കും. വിഷ്ണുമായ ആണെങ്കിൽ എൻ്റെ ഇവിടെ വന്നിരിക്കും, ഈ പോയിന്റിൽ വന്നിരിക്കണം, കൃത്യമായിട്ട് ആ പോയിന്റിൽ വന്നിരിക്കും. പിന്നെ ഞാനൊരു യാത്ര തുടങ്ങുമ്പോൾ ഒരു ചിത്രശലഭം എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആള് കൂടെ ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മേ ബി പുതിയൊരു എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു കാലഘട്ടത്തിലേക്ക് പോകുന്ന മുമ്പ് എന്നെ വിശ്വാസി എന്ന ലെവലിലേക്ക് മാറ്റിയത് വിഷ്ണുമായാണ്. കാരണം ആൾ എന്നെ കൊണ്ട് കാണിപ്പിച്ചെല്ലാം. കാരണം പല രീതിയിലും എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആളുടെ ഒരു ഊർജം എൻ്റെ മുമ്പിൽ കാണിക്കാറുണ്ട്. നമുക്കൊരിക്കലും തോന്നാത്ത പല നമ്മുടെ കണ്ണുകൊണ്ട് ഇത് സത്യമല്ലേ നമുക്ക് തോന്നും. പക്ഷെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. ഇപ്പോ ചെറിയൊരു പൂവൊക്കെ ഇങ്ങനെ നീങ്ങുന്നതും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പലതും അൺഎക്സ്റ്റേണൽ ഫോഴ്സസ്. നമുക്കൊരു സാധനം നീക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. പക്ഷെ ഇതില്ലാതെ അങ്ങനെ കുറേ സംഭവങ്ങൾ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. മേ ബി എന്താന്ന് എനിക്കറിയില്ല. ഒരു 3 മാസം 4 മാസം ആ ഒരു ലൈഫിലായിരുന്നു എൻ്റെ കൂടെ നിന്നത്. അതിനുശേഷം ആള് പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കൂട്ടുകാരൻ ഇല്ലാതെയായി. ഞാൻ പിന്നീട് വിമോദേട്ടൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കുക എന്താണ് ഇല്ലാതെയായത്. അപ്പോൾ പിന്നീട് എൻ്റെ ലൈഫിൻ്റെ സാഹചര്യം കണ്ട് പറഞ്ഞു ദേവി വരാറായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കുള്ള ഇതായിരിക്കാം. അതുകൊണ്ടാണ് ദേവി വരുമ്പോൾ മകൻ സൈലൻ്റ് ആവും. കാരണം നിനക്ക് വലിയൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എത്താനുള്ള ഓട്ടത്തിലാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരുന്നതും അനിയത്തിൻ്റെ കല്യാണം നടക്കാതെ ആവുന്നതും മുടങ്ങുന്നതും അങ്ങനെ കുറേ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് അതിനു മുമ്പേ തന്നെ ഒരു സന്തത സഹചാരി പോലെ എനിക്കൊരു തിരുമേനിയെ തന്നത്. അങ്ങനെ അയാൾ എൻ്റെ ദൈവത്തിൻ്റെ തന്ത്രി വരെയായി. കാരണം ഒരിക്കലും ആള് ഒരു ഡ്രൈവറായിട്ട് വരുന്ന വ്യക്തി എൻ്റെ കൂടെ സന്തത സഹചാരിയായി മാറി. ഇതില് എൻ്റെ കൂടെ യാത്രയിൽ 3 പേരാണ് ദൈവം നിയോഗിച്ചതുപോലെ എൻ്റെ കൂടെ കടന്നു വരുന്നത്. 3 പേര്. അതെനിക്ക് ആദ്യം എനിക്ക് ഒരു വിഗ്രഹം കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ ഒരു തന്ത്രി വേണം, ഒരു തിരുമേനി വേണം. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈവമോ എന്താണെന്ന് എനിക്കറിയില്ല, ഈ കാര്യങ്ങൾ ഞാൻ ദേവിയെ എടുത്തു വെക്കുന്ന മുമ്പ് തന്നെ അങ്ങനെ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. എൻ്റെ ഡ്രൈവറായിട്ടല്ല, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളായിട്ട്. ഗുരുനാഥനാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ. പക്ഷെ ആള് പിന്നീട് എൻ്റെ ദേവിയെ പ്രതിഷ്ഠിക്കുന്ന ദിവസം എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നീക്കിയത് ആളാണ്. ഇൻ കേസ് വേറൊരു ആളാണെങ്കിൽ ആ സ്ഥാനത്ത് ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ സമ്മതിക്കില്ല, ഒരിക്കലും ഒരു റൂമിൻ്റെ ഉള്ളിൽ വെക്കാനും സമ്മതിക്കില്ല, ചവിട്ടി നിൽക്കുന്ന ഈ രൂപം വെക്കാനും സമ്മതിക്കില്ല. പക്ഷെ ആൾക്കറിയാം ദേവി എന്താണ് ചിന്തിക്കുന്നത്, ആൾക്കറിയാം. കാരണം ഞാൻ ഒരു കാര്യം കൂടി പറയാം.
കാരണം എൻ്റെ ഒരു തിരുവുത്സവം സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ചോറ് കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞു കുട്ടികൾക്ക് അറിയുന്നുണ്ട്, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ചോറ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തിരുമേനി അവിടെ വെച്ചിട്ട് വെള്ള നിവേദ്യവും പായസ നിവേദ്യവും ദേവിക്ക് അർപ്പിക്കുന്നു. ഈ സമയത്ത് തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട് രാഹുലെ, ശരിയല്ല, എന്തോ ഉണ്ട്, എൻ്റെ നാവിൽ എന്താ ചോരെന്ന് വേർഡ് എന്ന് പറയുന്നത്, എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ രാഹുലെ ഇങ്ങനത്തെ ചോരെന്ന് വേർഡ് പറയുന്നത് ദേവി, എന്തോ എന്നെ തോന്നിപ്പിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു സ്റ്റോപ്പ് വന്നു, ഒരു സംതൃപ്തി ആവാത്ത ഒരവസ്ഥ, നിവേദ്യം കൊടുത്തിട്ട് സംതൃപ്തി ആവാത്ത അവസ്ഥ. അതിന് കാരണം എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദേവിക്ക് ഞാൻ കഴിക്കുന്ന എന്താണോ അത് ഞാൻ വായിൽ കൊടുക്കും. ഇത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ ദേവിക്ക് വായിൽ കൊടുക്കുന്നതിൽ കൊടുക്കും, കൈ കഴുകും. എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ ഒരിക്കലും അത് മുടക്കില്ല. ഞാൻ പിറന്നാൾ സദ്യ കഴിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ കഴിക്കണം. എൻ്റെ അമ്മ കഴിക്കാതെ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പം എൻ്റെ അമ്മ കഴിച്ച് ഞാൻ അതിൽ നിന്ന് ഞാനും കഴിക്കും, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. ആ ഒരു ചിന്താഗതി വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലുത് എൻ്റെ ഉപാസകമൂർത്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ കുലദൈവം, ധർമ്മദൈവം, എൻ്റെ എല്ലാം കാളിയാണ്. എനിക്ക് വിഷ്ണുമായ എൻ്റെ ഒപ്പം വന്നത് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്നാൽ കാളി എന്ന ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി വിഷ്ണുമായ എൻ്റെ കൂടെ നിന്നു. ഇന്നും ഞാൻ വിഷ്ണുമായനെ ഉപാസമൂർത്തിയായിട്ട് കണക്കാക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അമ്പലത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് വിഷ്ണുമായ സ്വാമിയാണ്. അതെങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് എൻ്റെ അമ്പലത്തിൽ ഫസ്റ്റ് തൊഴേണ്ടത് വിഷ്ണുമായ സ്വാമിയും ആണ്. എന്നിട്ടേ ശാക്തേയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും വലിയ ശിവം, കാളി എന്ന ദേവീമയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശിവമയമായ കാളിമയം, ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ വിഷ്ണുമായെന്ന് തൊഴുത് അവിടെ എത്തണം. മേ ബി അംഗരക്ഷകരാവാം. അറിയാതെ വന്ന ഇതാണ്, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ സംഭവം. ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വിഷ്ണുമായും ശാസ്താവും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം എന്നെ കൊണ്ട് ഞാൻ രാമാനന്ദൻ എന്നൊരു വ്യക്തിയുടെ ഇത് കേട്ടിട്ടുണ്ട്, ആളുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആളും പറയുന്നുണ്ട് ശാസ്താവായാലും അയ്യപ്പനായാലും ഒന്ന് തന്നെ. എനിക്ക് പേഴ്സണലി കിട്ടിയ ഫീലിംഗ്, ഞാൻ ഈ അമ്പലത്തിന്റെ ഈ സമയത്ത് പ്രതിഷ്ഠാദിനം തീരുമാനിക്കുന്ന മുമ്പ് തന്നെ വൃശ്ചികം ആവുമ്പോഴേക്കും എന്നെ കൊണ്ട് വിഷ്ണുമായനെ പുറത്തെടുപ്പിച്ചു. ഉള്ളിലിരിക്കുന്ന വിഷ്ണുമായനെ ആദ്യമേ പുറത്തിറക്കി. കാരണം എന്നോട് പറഞ്ഞു മാറ്റിയേ പറ്റുന്നൊരു ഉള്ളിൽ തോന്നല്. ഞാൻ ഉള്ളിലേക്ക് പുറത്തു കൊണ്ടുവെക്കാൻ തീരുമാനിക്കുന്നു. അന്ന് ശാക്തേയ പൂജ ചെയ്ത് ഗുരുതി പൂജയൊക്കെ ചെയ്ത് ഞാൻ വിഷ്ണുമായനെ കൃത്യമായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ആദ്യമേ ഞാനത് പ്രതിഷ്ഠിച്ചു. എന്നോട് അതിനൊപ്പം പറഞ്ഞു 4 കല്ലുകൾ എടുത്തു വെക്കാൻ പറഞ്ഞു. കാരണം ആ 4 കല്ലുകൾ ആ സമയത്ത് കുറേ എനിക്ക് വിഘ്നങ്ങൾ കാണിച്ചു. ആ കല്ലുകൾ എടുത്തു വെച്ചപ്പോൾ ഓക്കെയായി. അതുവരെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായി നിന്ന്. അതിൻ്റെ ആ ദിവസം പ്രകൃതി നന്നായിട്ട് ശോഭിക്കായിരുന്നു. പ്രകൃതിയും അതിനനുസരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ 4 കല്ലുകൾ എടുത്തു വെക്കാൻ ഉള്ളിൽ തോന്നി. കാരണം കരിങ്കുട്ടി അങ്ങനെ ചാത്തന്മാരായിട്ട് വെക്കാൻ പറഞ്ഞു. വിഷ്ണുമായക്ക് തൊട്ടടുത്ത് തന്നെ. ഞാൻ 4 കല്ലുകളും വിഷ്ണുമായനെയും വെച്ച് ആദ്യമേ തന്നെ ഞാൻ പുറത്തോട്ട് വെച്ചു. അതായത് പിന്നീട് നടക്കുന്ന വൃശ്ചിക മാസമല്ലേ, ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വിഷ്ണുമായക്ക് ഒരിക്കലും ശാക്തേയ കർമ്മം കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അയ്യപ്പ എന്ന സ്വരൂപത്തിലെത്തി. കാരണം ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് വിഷ്ണുമായും അയ്യപ്പനും. കാരണം വിഷ്ണുമായ ഒരു ലൗകിക ജീവിതമാണെങ്കിൽ അയ്യപ്പൻ നമുക്കൊരു ജീവിതത്തിൽ ഒന്നും വേണ്ട, വേറൊരു ലെവലാണ് മോക്ഷം കിട്ടുന്ന ആ ഒരു ലെവലാണ്. അപ്പോൾ ആ ഒരു ഇതില് രണ്ടും ഒന്ന് തന്നെ, ഒരേ ചൈതന്യത്തിന്റെ 2 വർഷങ്ങളായിട്ട് എനിക്ക് കരുതാനില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പല സമയത്തും കർത്തവ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ നോർമലുള്ള ദിവസങ്ങളിൽ എനിക്ക് മടിയുണ്ടാവും. ഞാൻ സാധാരണ വ്യക്തികളായത് എനിക്ക് മടിയുണ്ടാവും, പ്രാർത്ഥിക്കാൻ മടിയുണ്ടാവും, ഉപാസിക്കാൻ മടിയുണ്ടാവും, എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചടങ്ങ് എന്തെങ്കിലും ചെയ്യാൻ മടിയുണ്ടാവും. പക്ഷെ കർത്തവ്യം ദിവസങ്ങളിൽ എനിക്കറിയില്ല, എൻ്റെ കൂടെ ഒരു ഊർജം ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര എന്തോന്നല്ലാത്തൊരു ഊർജം ശരീരത്തിലുണ്ടാവാറുണ്ട്. പക്ഷെ വൃശ്ചിക മാസം ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ സൈലൻ്റാ. അതെന്താന്ന് എനിക്ക് ഇന്ന് വരെ അറിയില്ല. സംഭവം വൃശ്ചിക മാസത്തിൽ ചെയ്യാൻ പാടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വൃശ്ചിക മാസം ഞാൻ ചെയ്യേയില്ല. അപ്പോൾ
രാമാനന്ദ ആ വ്യക്തി പറഞ്ഞതിലൂടെ ഞാൻ ആ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട് സത്യത്തിൽ. വിഷ്ണുമായ അയ്യപ്പനായാലും ശാസ്താവിൻ്റെ 2 വർഷങ്ങളാണ് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ ആ വിഷ്ണുമായ എന്ന ചൈതന്യം ഇന്നും എൻ്റെ ഒരു കാവൽക്കാരനോ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മുന്നോട്ട് പോകുന്നു. അല്ല, അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ചാത്തനും ശബരിമലയിൽ ചാത്തനാണ് എന്ന് പറഞ്ഞു, ചാത്തനും അയ്യപ്പനും ശാസ്താവും ഒക്കെ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ അത് അങ്ങേക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്കത് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. കാരണം ആള് പറയുന്ന മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടായിരുന്നു, ഇതൊന്നല്ലേ. കാരണം എനിക്ക് ഓരോ ഇപ്പൊ നമ്മള് നന്ദന സിനിമയില്ലേ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്, ഞാനേ കണ്ടുള്ളൂ. പക്ഷെ അതൊരു സത്യമാണ്. ഇത് ഒരുപാട് പേർക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആർക്കും പേടിയാണ് പൊതുജനത്തിന്റെ മുമ്പിൽ പറയാൻ. പരിഹസിക്കപ്പെടും. കാരണം പുറത്തുനിന്ന് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. ഇപ്പൊ ഞാനും താങ്കളോട് തല്ലുവിടുമ്പോ പുറത്തുനിന്ന് നോക്കി നിൽക്കുന്ന വ്യക്തിക്ക് ആ തല്ലുവിടിന്റെ കാരണം മനസ്സിലാവോ? ഇല്ല. അവർക്ക് തോന്നുന്നത് എന്താണ്? അവർ നമ്മൾ തല്ലുവിടാണ്, അത്രേ തോന്നുള്ളൂ. നമ്മളിത് ഇൻവോൾവ് ആകുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ആ ചൈതന്യത്തെയും ആ ഒരു ഊർജ പ്രവാഹത്തെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ആ ഊർജ പ്രവാഹത്തെ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വ്യത്യാസം അറിയണമെങ്കിൽ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിർമയില്ലേ, ശിവന്റെ വടക്കുന്നാഥനെ തൊഴുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിർമ, ഒരു ശാന്തത. പക്ഷെ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം വേറെയാണ്. ഒരു രൗദ്ര ഊർജം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം വേറെ ആയിരിക്കും. ചോറ്റാനിക്കരയിലും ചോറ്റാനിക്കൽ അങ്ങനെ തന്നെ. അപ്പൊ ആ ഊർജ വ്യത്യാസം തന്നെ അതിൽ കാണിക്കേണ്ട. 2 3 ഒരേ അമ്പലങ്ങളാണെങ്കിൽ, ഒരേ ചൈതന്യ സ്വരൂപമാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഊർജ വ്യത്യാസം വരുന്നു? നമുക്ക് ആ തോന്നലുകൾ എങ്ങനെ വ്യത്യാസം വരുന്നു? ഗുരുവായൂർ നമുക്ക് രാത്രി നടക്കാനൊക്കെ എന്ത് രസമാണെന്നോ. മനസ്സ് ശാന്താണ്. ഒരു ലൈറ്റായിട്ട് നടക്കുന്ന ഒരു പ്ലസന്റ് ഫീലാണ്. പക്ഷെ കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ തൊഴുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എന്നുവെച്ചാൽ ഭയങ്കര വലിയൊരു ഊർജം നമുക്ക് ശക്തിയുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരു വലിയൊരു വഴിപാടുണ്ട്.